ചോദിക്കും ചേച്ചി ഇത് ചെയ്യുമോ, അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് പോടാ എന്ന് പറയും. ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് പറയും. ഓക്കെ നോ പ്രോബ്ലം ചേച്ചി, സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ പോകും. അല്ലാണ്ട് വേറെ മോശം രീതിയിലൊന്നുമില്ല. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഒരാളെ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട ചെണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലും. അപ്പോൾ കൂടെ കിടക്കുന്ന പരിപാടി ഇല്ല. അല്ലാത്ത രീതിയിൽ ഹാപ്പി എൻഡിങ് നമ്മളോട് പറ്റുന്ന പോലെ അവരെ സന്തോഷിപ്പിച്ചു കൊടുക്കും. അതിനുള്ള പൈസയും മേടിക്കും. ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താ ഉദ്ദേശിക്കുന്നത്? മാസ്റ്റുർബേറ്റ് ചെയ്ത് കൊടുക്കലാണോ? അങ്ങനെയൊക്കെ തന്നെ. മസാജ് ചെയ്ത് കൊടുക്കും, അങ്ങനെ അത്ര തന്നെ. ചിലപ്പോൾ മസാജ് മാത്രം, ചിലപ്പോൾ അവരോട് കള്ളു കുടിക്കാനായിരിക്കും വിളിക്കുക. കള്ളു കുടിക്കാൻ വിളിക്കും. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് പേരുണ്ട് കള്ളു കുടിക്കാൻ വിളിക്കും. അവർ കൂടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അതിന് നമുക്ക് ഒരു നൈറ്റിന് പൈസ കിട്ടും. നൈറ്റ് വർക്കൊക്കെ വിളിക്കും. അങ്ങനെ പോകും. വിശ്വസിക്കരുതടാ, ലോകത്തോരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. അപ്പോൾ ഇത് കണ്ട് ബാക്കിയുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്ത് വരുമോന്നുള്ളത് എൻ്റെ പേടി. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാനത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ ഹാപ്പി എൻഡിങ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. ഹാപ്പി എൻഡിങ് നമ്മളൊരു ആളെ വർക്ക് എടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു ഫുൾ സർവീസ് കൊടുക്കണമെന്നില്ല. ഹാപ്പി എൻഡിങ് ഒരു മണിക്കൂറത്തേക്ക് ഇത്ര പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ വിചാരം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ പരിപാടിയാണെന്ന്. അത് വെറും തോന്നലാണ്. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മളടുത്ത് രണ്ടെണ്ണം അടിച്ചിട്ട് സംസാരിക്കാൻ, അവരുടെ ലൈഫ് പറയാനായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ കള്ളു കുടിച്ചാൽ അവർ കൂടെ പാട്ട് പാടി ഡാൻസ് കളിക്കാനായിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബാലൊരു പ്രത്യേക ടൈപ്പാ. പുറത്തൊന്നും കാണിക്കാത്ത പ്രകൃതം. അകത്തെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ. എങ്ങനെയാണ് ഈ തെറ്റ് ചെയ്യാൻ പറ്റില്ല, തെറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ചെയ്ത് കൊടുക്കുന്നതും അവരെ ഞാൻ ചോദിക്കട്ടെ, തെറ്റ് ഒരാളിന്റെ കൂടെ കിടക്കുന്നത് തെറ്റല്ലേ? പല പുരുഷന്മാരുടെ കൂടെ പോണതല്ലേ തെറ്റ് അല്ലേ? എനിക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ല. മറ്റുള്ളവരുടെ മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുന്ന തെറ്റ്, അതും തെറ്റാവുന്ന അല്ലേ? തെറ്റാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. താങ്കൾ മറ്റുള്ളവരുടെ ലിംഗത്തിൽ പിടിച്ച് അത് ഷേക്ക് ചെയ്ത് മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ അങ്ങനെ എല്ലാരും പിടിക്കുന്നില്ലല്ലോ. ഒരാളെ മാത്രമേ പിടിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് മാത്രമല്ലേ പിടിക്കുള്ളൂ. എങ്ങനെയുണ്ട് എന്റെ പണി? കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. നിങ്ങൾ പറയൂ, ഇതൊക്കെ തെറ്റാണോ ശരിയാണെന്ന് ജനങ്ങൾ വിധി എഴുതട്ടെ. ഞാനിപ്പോൾ ഞാനെന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുന്നത് തെറ്റല്ലാന്ന് ഞാൻ കേൾക്കുന്നത്. ഫിസിക്കലി അതൊരു പ്രഷറാണ്. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇത് വേറെ ആൾക്കൊരു ചെയ്യുന്ന സെക്സ് വർക്കായിട്ട് മാറില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഞാനങ്ങനെ കണ്ടില്ല. പിന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടെ. താങ്കള് ഒരു ഫുൾ സെക്സ് വർക്ക് അല്ല, അവിടെ ഇവിടെ പിടിച്ചു കൊടുക്കുന്ന സൂചിപ്പിക്കലാണ് എന്റെ മെയിൻ പരിപാടി. സുഖിപ്പിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പരിപാടിയില്ല. ഓക്കെ. നാരായണ നാരായണ.